പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ജെറേമിയ പ്രവാചകൻ 15:19. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിൻ്റെ അടുക്കിലേക്ക് വരും, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയില്ല. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിൻ്റെ അടുക്കിലേക്ക് വരും, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയില്ല. കർത്താവ് പറയുന്നു, നീ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിന്നെ ഞാൻ ഉയർത്തും, നിന്നെ ഞാൻ സംരക്ഷിക്കും. അതുപോലെ നീ ഒരിക്കലും വില കുറഞ്ഞവ പറയരുത്. നീ എപ്പോഴും സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെ ആയിത്തീരും. ഞാൻ നിന്നിലൂടെ സംസാരിക്കും. അപ്പോൾ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞവർ, അവർ നിന്നെ തേടി വരും. അവർ നീ പറയുന്നത് കേൾക്കും. എത്ര മനോഹരമായ പ്രത്യാശയുടെ വചനങ്ങൾ. നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. വീണ്ടും പറയുന്നു, നീ നിൻ്റെ നാക്കുകൊണ്ട് വില കുറഞ്ഞവ പറയാതിരുന്നാൽ മറ്റുള്ളവർ നീ പറയുന്നത് കേൾക്കാൻ നിൻ്റെ അടുക്കിലേക്ക് വരും. നീ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ അവരുടെ പുറകെ കിടന്ന് ഓടുകയില്ല. അപ്പോൾ കർത്താവ് നമ്മളെ കൈപിടിച്ചുയർത്തും. നീ എപ്പോഴും മറ്റുള്ളവർക്ക് വിധേയരായി മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരിക്കലും ഒരു ദൃഢമായ വിശ്വാസമില്ലാതെ അങ്ങനെ വളരെ വീക്കായിട്ടുള്ള വ്യക്തികളായി ഓരോരുത്തരും പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ ജീവിച്ച് ജീവിതം തീർക്കേണ്ടവരല്ല. നീ എൻ്റെ വചനങ്ങൾ ഏറ്റുപറയുമ്പോൾ, നീ എൻ്റെ സദ്വാർത്ത മറ്റുള്ളവരോട് നീ എന്ത് പറയുകയാണെങ്കിലും അത് വിശുദ്ധിയോടെ കർത്താവിന് നിരക്കുന്നതാണെങ്കിൽ മാത്രം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ നിൻ്റെ നാവിൽ നിന്ന് തെറ്റായതും വൃത്തികെട്ടതും ഒന്നും വരാതിരുന്നാൽ നിന്നെ കർത്താവ് ഉയർത്തും. അപ്പോൾ മറ്റുള്ളവർ നീ പറയുന്നത് കേൾക്കാൻ വരും. നമുക്ക് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളെയും നമുക്ക് ശ്രദ്ധാപൂർവം ഉപയോഗിക്കാം. അതുകൊണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം സംസാരിക്കുക. അത് നീതിമാനുതകുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ മനസ്സിലാക്കി മാത്രം സംസാരിക്കുക. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയാൽ അങ്ങേക്ക് ഹിതകരമല്ലാത്ത ഒന്നും ഞങ്ങളുടെ നാവിൽ നിന്ന് വീഴാതെ അങ്ങ് കാത്ത് സൂക്ഷിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ ഏറ്റുപറയുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു,
നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിൻ്റെ അടുത്തേക്ക് വരും, നീ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയില്ല. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.